variation of parameters. Section 3.5. ആദ്യം ഇതിന്റെ മെത്തേഡ് നോക്കാം. നമ്മോട് ആവശ്യപ്പെടുക a2y double dash plus a1y dash plus a0 y is equal to g of x എന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനാണ് പറയാം. സോൾവ് എന്ന് പറയുമ്പോൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y is equal to yc plus yp ആണ്. ആദ്യമായി നമ്മൾ അറിയുന്ന പോലെ yc കണ്ടുപിടിക്കും, then yp കണ്ടുപിടിക്കണം. ആ yc സ്വാഭാവികമായിട്ടും 3 കേസുകളുണ്ടാവും: റിയൽ, റിപ്പീറ്റിംഗ്, കോംപ്ലക്സ്. അങ്ങനെ വന്നാലും നമുക്ക് yc എഴുതാൻ പറ്റുന്നത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ഉള്ള ഫംഗ്ഷൻ പ്ലസ് വേറെ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ഉള്ള ഫംഗ്ഷൻ, അങ്ങനെയാണ് നമുക്ക് yc എഴുതാൻ പറ്റുക. then compute Wronskian of w of y1, y2. Wronskian കണ്ടുപിടിക്കുക. then നമുക്ക് ആവശ്യം y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ a2. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് a1 ബൈ a2 അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പിടിച്ചു വരുമ്പോൾ ഇവിടെ എപ്പോഴും a2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് പറഞ്ഞാൽ വിജയിക്കുന്നത് a2 ഓഫ് x, a1 എന്ന് പറഞ്ഞാൽ a1 ഓഫ് x അങ്ങനെയൊക്കെ വിജയിക്കണം. അപ്പോൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് x ഇൻറ്റു p എന്ന് പറഞ്ഞാൽ p ഓഫ് x ഇൻറ്റു y ഡാഷ് പ്ലസ് q എന്ന് പറഞ്ഞാൽ q ഓഫ് x, q ഓഫ് x ഇൻറ്റു y ഈക്വൽ f ഓഫ് x എന്ന് കിട്ടും. അതായത് g ഓഫ് x എന്ന ഫംഗ്ഷൻ ഇപ്പൊ എന്തായിട്ട് മാറി? ഡിവൈഡ് ചെയ്ത് പിടിച്ചൊക്കെ വരുമ്പോൾ മാറ്റങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ f ഓഫ് x ആയിട്ട് മാറി. ഇത്ര ആലോചിച്ച് നോക്കിയ y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കി എടുക്കുമ്പോൾ y ഇല്ലാത്ത ടൈം ഏതോ അതാണ് നമ്മുടെ f ഓഫ് x. then u1 ഇതിലാണെങ്കിൽ w ഉണ്ട് കേട്ടോ. അതിനുശേഷം w1 കണ്ടുപിടിക്കുക. w1 is equal to determinant w എന്ന് പറഞ്ഞാൽ എന്താ? Wronskian y1, y2, y1 dash, y2 dash. w1 എന്ന് പറഞ്ഞാൽ 0 f of x, that is ഇതിന്റെ സെക്കൻഡ് കോളം അതുപോലെ ഇട്ടു, y2, y2 dash. ഫസ്റ്റ് കോളം 0യും f of x ആക്കി. then w2 കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ഫസ്റ്റ് കോളം അതുപോലെ ഇട്ടു, y1, y1 dash. സെക്കൻഡ് കോളം 0 f of x ആക്കി മാറ്റി. ഇൻ പർട്ടിക്കുലർ സൊല്യൂഷൻ അപ്പോൾ y2 കിട്ടി. then u1 dash എന്ന് പറയുന്നതാണ് w1 by w. u2 dash എന്ന് പറഞ്ഞാൽ w2 by w. ഇതൊക്കെ ഒരു സ്റ്റെപ്പാണ്. u2 dash എന്ന് പറഞ്ഞാൽ w2 by w. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ u1 dash ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? u1 കിട്ടും. u2 dash ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ u2 കിട്ടും. so the general solution is, a particular solution is yp is equal to u1 y1 plus u2 y2. നമുക്ക് എന്താ y1 എന്നറിയാം, എന്താ y2 എന്നറിയാം. u1 dash ഇന്റഗ്രേറ്റ് ചെയ്ത u1 കിട്ടും, u2 dash ഇന്റഗ്രേറ്റ് ചെയ്ത u2 കിട്ടും. അപ്പോൾ yp എങ്ങനെയാ? yp is equal to u1 y1 plus u2 y2. and the general solution is y is equal to yc plus yp. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. വളരെ എളുപ്പമാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് കിട്ടും. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 4y is equal to x plus 1 in a raised to x. നിങ്ങൾ നോക്കിയേ, സോൾവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ബൈ യൂസിങ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ അറിയാം? ഇതിനെ തൊട്ടും പഠിച്ച സെക്ഷൻ 3.4 പ്രകാരം x plus 1 ലീനിയർ കോഎഫിഷ്യന്റ് ലീനിയർ ആണ്, e raised to x എക്സ്പോണൻഷ്യൽ ആണ്. നമുക്ക് yp സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ചൂസ് yp ചെയ്യാൻ പറ്റും. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കുറെ പ്രോബ്ലംസ് പോലെ. അപ്പൊ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വേണം ചെയ്യണം നിർബന്ധമില്ല, മറ്റേ മെത്തേഡ് ചെയ്താലും മതി. ഇനി അത് ചെയ്യണം നിർബന്ധമില്ല, ഇത് ചെയ്താലും മതി, വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ചെയ്താലും മതി. പക്ഷെ എന്തിനാണ് അപ്പൊ ഈ മെത്തേഡ് പഠിക്കണേ? എപ്പോഴും g of x എന്ന് പറയുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടേബിളിന്റെ ഫോർമുല വേണം നിർബന്ധമില്ല. അടുത്ത പ്രോബ്ലത്തിൽ കാണും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തില് ഏത് മെത്തേഡ് വെച്ചാലും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത്
വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആയതുകൊണ്ട് ആ മെത്തേഡിനെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ആ മെത്തേഡ് പ്രകാരം ചെയ്യണു എന്ന് മാത്രം. ടു ഫൈൻഡ് y c കണ്ടുപിടിക്കാനായിട്ട് ഹോമോജീനിയസ് ഇക്വേഷൻ കൺസിഡർ ചെയ്തു. y double dash minus 4y dash plus 4y is equal to 0. The auxiliary equation is m square minus 4m plus 4 is equal to 0. Solve ചെയ്യുമ്പോൾ m1 is equal to 2 കിട്ടും, m2 is equal to 2 കിട്ടും. Therefore yc is equal to c1 plus c2x into e raised to m1x. That is equal to c1 plus c2x into e raised to m1 ആണ് 2 ആണ് 2x. That is equal to c1 e raised to 2x plus c2x e raised to 2x. നമ്മൾ തിയറിയിൽ പറഞ്ഞു yc ഹാസ് ദ ഫോം yc is equal to c1 y1 plus c2 y2. ഇതാണ് നമ്മുടെ yc. c1 ഉണ്ട്. അപ്പോൾ ഈ കിടക്കുന്നതാണ് y1 എന്ന് പറഞ്ഞാൽ y1 is equal to e raised to 2x. ഈ കിടക്കുന്നതാണ് c2 ന്റെ കോഎഫിഷ്യന്റ് ആണ് y2 is x e raised to 2x. റോൺസ്കിൻ കണ്ടുപിടിക്കുക. റോൺസ്കിൻ ഓഫ് y1 y2 is equal to റോൺസ്കിൻ ഓഫ് y1 എന്ന് പറഞ്ഞ e raised to 2x കോമ x in e raised to x. That is equal to ഡെഫിനിഷൻ ആണ് y1 y2 y1 dash y2 dash. That is equal to y1 എന്ന് പറഞ്ഞ e raised to x, y2 പറഞ്ഞ x in e raised to x, then y1 dash കണ്ടുപിടിച്ചു 2 e raised to x, y2 dash ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2x plus 1 into e raised to x. That is equal to determine expand ചെയ്യുമ്പോൾ നമുക്ക് e raised to 4x എന്ന് കിട്ടും. Since the given differential equation is in the form y double dash plus py dash plus qy is equal to f of x. ഞാൻ പറഞ്ഞല്ലോ തന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യത്തിലേ ഉള്ളൂ y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് ഇപ്പോൾ 1 ആവണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ 1 ആക്കും. അങ്ങനെ 1 ആയുള്ള ഗുണം എന്താ? y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിലാണ് y ഇല്ലാത്ത ടൈം x മാത്രം ടൈം ആയിരിക്കും നമ്മുടെ എന്ത് f of x. ആ ഒരു അർത്ഥത്തിൽ f of x എന്ന് പറഞ്ഞാൽ എന്താ? f of x എന്ന് പറഞ്ഞാൽ ഇവിടെ x plus 1 into e raised to x ആണ്. ക്വസ്റ്റ്യനിലെ റൈറ്റ് ഹാൻഡ് സൈഡ് തന്നെയാണ്. സോ w എന്ന് പറഞ്ഞാൽ എന്താ? റോൺസ്കിയൻ 0 f of x y2 dash. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y2 dash കണ്ടുപിടിച്ചു. y2 എന്ന് പറഞ്ഞാൽ x e raised to x ആണ്. y2 dash എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. പ്രൊഡക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യണം. നമുക്ക് ഇങ്ങനെ കിട്ടും. ഫൈനൽ ആൻസർ എന്താ വേണ്ടത്? മൈനസ് ഓഫ് x plus 1 into x in e raised to 4x. Then w2 is equal to y1 0 y1 dash f of x is equal to y1 e raised to x y1 dash 2 e raised to x then 0 x plus 1 in e raised to x expand ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. So y1 u1 dash is equal to ഫോർമുലയാണ് w1 by w. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു, x square minus x നീട്ടി. u2 dash is equal to w2 by w. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ x plus 1 കിട്ടി. ഇന്റഗ്രേറ്റ് ഇക്വേഷൻ നമ്പർ 2 എന്ത് കിട്ടും? ഇന്റഗ്രൽ u1 dash is equal to ഇന്റഗ്രൽ minus x square minus x dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u1 dash ന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ u1 x square x2 by 3 x ന്റെ x square by 2. പിന്നെ ഇവിടെ നമുക്ക് എപ്പോഴും ചിന്തിക്കാം എന്തേ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇടാത്തെ? ഡേറ്റ് ഞാൻ അപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇടുന്നതാണ്. ഇവിടെ നമ്മളത് ഇടുന്നില്ല. എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള ഉത്തരം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഞാൻ അത് നോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 3 ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ u2 dash is equal to ഇന്റഗ്രൽ x plus 1 dx. u2 dash ഇന്റഗ്രൽ u2 that is equal to x ന്റെ സ്ക്വയർ by 2 plus 1 ന്റെ x. നമുക്കറിയാം yp ഞാൻ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. yp എന്ന് പറഞ്ഞാൽ u1 y1 plus u2 y2 ആണ്. ഇത് തിയറി പാർട്ടിൽ വരുന്നതാണ്. ഇതൊരു ഫോർമുലയാണ്. y2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ u1 ഉം u2 ഉം y1 ഉം y2 ഉണ്ടെങ്കിൽ yp കണ്ടുപിടിക്കാനുള്ള ഫോർമുല yp is equal to u1 y1 plus u2 y2. വാല്യൂസ് മുഴുവൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഇതിന് കിട്ടി. ദെൻ y എന്ന് പറഞ്ഞാൽ എന്താ? yc plus yp ആണ്. ഇതാണ് എന്റെ yc. ഈ കേൾക്കുന്നതിന് മുഴുവന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടും. ഇതിനെ 1/6 x cube e raised to x plus 1/2 x square e raised to x എന്ന് കിട്ടും. Then you can consider example 2. Solve 4y double dash plus 36y is equal to cosec 3x. ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുക. നമ്മുടെ ആവശ്യം yc കണ്ടുപിടിക്കലാണ്. അതിന് ഹോമോജീനിയസ് ഇക്വേഷൻ ആയ 4y double dash plus 36y is equal to 0 കൺസിഡർ ചെയ്യുക. ഓക്സിലറി ഇക്വേഷൻ എഴുതി വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? m is equal to plus or minus 3a എന്ന് കിട്ടും. കോംപ്ലക്സ് റൂട്ട്സ് ആണ്. ആൽഫ is equal to 0 ആണ്, ബീറ്റ is equal to 3 ആണ്. So y is equal to e raised to alpha x into
C1 cos beta x plus C2 sin beta x. ആൽഫയ്ക്ക് 0 കൊടുത്തു, ബീറ്റയ്ക്ക് 3 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1 e raised to 3x plus C2 sin 3x എന്ന് കിട്ടി. We know y is equal to C1 y1 plus C2 y2 ആണ്. അപ്പോൾ y1 എങ്ങനെ ചൂസ് ചെയ്യണം? Coefficient of C1 that is cos 3x, y2 is equal to sin 3x. ഇനി 4y double dash plus 36y is equal to cos 3x. ഞാൻ പറഞ്ഞു f of x കിട്ടണമെങ്കിൽ എന്ത് വേണം? y ഡബിൾസിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കണം. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 4. അപ്പോൾ എന്ത് കിട്ടും? y double dash plus 36 by 4y is equal to cos 3x by 4. അതായത് ഇത് എന്ത് ഫോം നമുക്ക് കിട്ടിയത്? y dash plus p of x into y dash plus q of x into y is equal to f of x ആയി. അപ്പോൾ എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, y ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കി കഴിഞ്ഞിട്ട് വൈയോ വൈ ഡാഷോ വൈ ഡബിൾ ഡാഷോ ഒന്നും ഇല്ലാത്ത ടൈം ഉണ്ടാവും, എക്സ് മാത്രമുള്ള ഫംഗ്ഷൻ. അതിനാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അടുത്തത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്നതാണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/4 cosec 3x. Then Wronskian of y1, y2. It is Wronskian of ഇതാണ് എൻ്റെ cos 3x y1, ഇതാണ് എൻ്റെ y2 കണ്ടുപിടിക്കുക. അപ്പോൾ എനിക്ക് 3 എന്ന് കിട്ടും. ദെൻ y1 കണ്ടുപിടിക്കുക. സെയിം ഫോർമുലയാണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോൺസ്കിൻ അപ്പോൾ y1 കിട്ടും. ഇതേപോലെ റോൺസ്കിൻ സെയിം ഫോർമുല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. w2 കിട്ടി. ദെൻ ഇതൊരു ഫോർമുലയാണ്. u1 ഡാഷ് എന്ന് പറഞ്ഞാൽ w1/w ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -1/12 കിട്ടി. അഗെയിൻ u2 ഡാഷ് എന്ന് പറഞ്ഞാൽ w2/w ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത്രയും കിട്ടി. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, വേറെ ഒന്നും കോൺസെപ്റ്റ് പറയുന്നില്ല. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ u1 ഡാഷ് dx is equal to u1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും integral minus 1/12 dx, that is minus 1/12 x, that is integral dx എന്ന് പറഞ്ഞ x ആണല്ലോ. ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇടേണ്ട ആവശ്യമില്ല, എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇന്റഗ്രൽ ഇക്വേഷൻ നമ്പർ 5 we have integral u2 dash dx is equal to 1/12 integral cos 3x by sin 3x, that is നിങ്ങൾക്കറിയാം 1/12 cos 3 integral cos 3x by sin 3x എന്ന് പറഞ്ഞാൽ 1/12 പുറത്തു. നമുക്ക് റൂൾ ഉണ്ട്, താഴെ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ log ഓഫ് ഡിനോമിനേറ്റർ എഴുതിയാൽ മതി. അപ്പോൾ sin 3x ന്റെ ഡെറിവേറ്റീവ് cos 3x into 3 എന്നാണ്. ഇപ്പോൾ 3യുടെ കുറവ് കൂടി ഉണ്ട്, അപ്പോൾ 3നെ മേലേക്ക് കിട്ടും. 3നെ മേലേക്ക് കിട്ടാൻ 3 കൊണ്ട് താഴെ കിട്ടും, കാരണം നല്ലത് ഈക്വലൈസ് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ 3/3 മൾട്ടിപ്ലൈ ചെയ്തു. എന്താ ഇതെന്ന് പറഞ്ഞാൽ 1/12 3/3 ഇന്റഗ്രൽ cos 3x by sin 3x. ദെൻ ഇനി നോക്കിക്കേ, sin 3x ന്റെ എന്താ sin 3x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos 3x into 3. അപ്പോൾ ആ 3 ഞാൻ ചേർത്തിട്ട് താഴെയുള്ള 3യും 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/36 ആയി. സോ sin x ന്റെ ഡെറിവേറ്റീവ് 3 cos x, that is 1/36 log of mod sin 3x. അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. therefore y2 is equal to u1 y1 plus u2 y2, value substitute ചെയ്തു നേരിട്ട്. and the general solution is y is equal to yc plus yp. അത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെച്ചു. ഇതാണ് ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ഓക്കെ, ഇപ്പൊ എടുക്കുന്ന എക്സാമ്പിൾ നമ്പർ 2, ഇതിലെ g of x cosec 3x എന്നാണ് നമ്മൾ പഠിച്ച ടേബിളില്. ഏത് സെക്ഷൻ 3.4 നമ്മൾ ഒരു ടേബിൾ പഠിച്ചല്ലോ, g of x ഒക്കെ എങ്ങനെയൊക്കെ വരാന്ന്. sin x വരാം, cos x വരാം, e raised x വരാം, പിന്നെ x raised n ഫോം വരാം, sin x ന്റെ e raised x വരാം, അങ്ങനെ എല്ലാം പോസിബിലിറ്റി നമ്മൾ പഠിച്ചു. പക്ഷെ അതില് കൊസീക്ക് വരുന്ന പോസിബിലിറ്റി നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സീക്ക് വരുന്ന പോസിബിലിറ്റി നമ്മൾ കണ്ടിട്ടില്ല. ആ അർത്ഥത്തില് ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വേരിയേഷൻ ഓഫ് പാരാമീറ്റർ തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ yc കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. yp കണ്ടുപിടിക്കാൻ മുമ്പ് പഠിച്ച സെക്ഷൻ പ്രകാരം ആ ടേബിളിന്റെ ഫോം നോക്കി കിട്ടില്ല. ചൂസ് yp എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ypക്ക് ചൂസ് ചെയ്യാനായിട്ട് കൊസീക്കിന്റെയും സീക്കിന്റെയും ടേബിൾ നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് സൈന്റെയും കോസിന്റെയും എക്സ്പെൻഷനും എല്ലാ ആൾജിബ്രൈക് ഫോം ഒക്കെ അറിയുള്ളൂ, എക്സൈസൻ ഫോം ഒക്കെ നമുക്ക് അറിയുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന മെത്തേഡിന്റെ പ്രസക്തി വരുന്നത്. അത് ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യണമെങ്കിൽ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.